പ്രേക്ഷകരെ, നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന യുവാവിനെ കണ്ടു. തമിഴ്നാട് തിരുച്ചി സ്വദേശിയായ പാണ്ഡിതുരെ എന്ന് പറയുന്ന ഒരു യുവാവാണ്. അദ്ദേഹം പറഞ്ഞത് വച്ചാണെങ്കിൽ ഏകദേശം 9 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അപകടം. ആ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തളർന്നുപോയി. അങ്ങനെ കുറച്ച് ദുരിത ജീവിതം നയിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരോ പറഞ്ഞു, കൊല്ലം ജില്ലയിൽ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തളർന്നുപോയ ശരീരമൊക്കെ പഴയപടിയാകുമെന്നൊക്കെ. ഇത് കേട്ടപാടെ കൊല്ലത്തേക്ക് വയ്യാഞ്ഞിരുന്നിട്ടും അദ്ദേഹം എത്തിച്ചേരുകയായിരുന്നു. ഏത് ക്ഷേത്രമാണെന്ന് പറയുന്നില്ല. ക്ഷേത്രത്തിൽ എത്തി നിലയുറപ്പിച്ചപ്പോൾ ആരോ പറഞ്ഞു, ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഒന്നുമാവില്ല, നിങ്ങൾ ഉടൻ തന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ പോകാൻ. അങ്ങനെ ആ യുവാവ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എങ്ങനെയോ എത്തിച്ചേർന്നു. പിന്നെ മണിക്കൂറുകളോളം ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ കസേരയിൽ നിലയുറപ്പിച്ചു. പിന്നീട് സ്കാനിംഗ് സെക്ഷനിലേക്ക് കയറി. ഒടുവിൽ സെക്യൂരിറ്റിയും പോലീസുമൊക്കെ ചേർന്ന് അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിക്ക് പുറത്തു കൊണ്ടുവന്നിരുത്തി. കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ആദ്യമൊക്കെ ചൂടായി സംസാരിച്ചു. പിന്നീട് അവസ്ഥകളൊക്കെ പറഞ്ഞു. വ്യക്തമായി സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പലരും പറഞ്ഞിട്ട് പോലും അദ്ദേഹം അത് ചെവി കൊണ്ടില്ല. ഒടുവിൽ ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേഷ് ആശുപത്രിയിൽ എത്തിച്ചേർന്നു. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചു. തൻ്റെ പേര് പാണ്ഡിതുരെ എന്നാണെന്നും താൻ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്നും തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും ഗണേശേട്ടനോട് ഈ യുവാവ് പറഞ്ഞു. യുവാവിൻ്റെ അവസ്ഥ കണ്ടു മനസ്സിലാക്കിയ ഗണേശേട്ടൻ യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിച്ചു. പിന്നീട് താൽക്കാലിക മരുന്നുകളൊക്കെ വാങ്ങി. കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കാർമയിൽ സ്നേഹനിലയം എന്ന അഗതി മന്ദിരത്തിലെത്തിച്ചു. ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വരുന്നത് വരെ അദ്ദേഹത്തിന് ഇവിടെ കഴിയാം. നമ്മൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. ഈ ഒരു അവസ്ഥയിൽ പരസഹായം പോലും ഇല്ലാതെ ഇദ്ദേഹത്തിന് എങ്ങും താമസിക്കുവാൻ പോലും കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇത് കാണുന്നത് വരെ നമ്മൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട് എന്നാണ് ഇടയ്ക്ക്. നമസ്കാരം, ഇത് നമ്മുടെ ജില്ലാ ആശുപത്രി, കൊല്ലം ജില്ലാ ആശുപത്രിയുടെ പരിസരമാണ്, വെയിറ്റ് പോസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം പാണ്ഡിതുരെ എന്ന് പറയുന്ന ഒരു ആളാണ്, തമിഴ്നാട് സ്വദേശിയാണ്. പുള്ളിക്കാരന് വർഷങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് വന്ന് ഇവിടെ എങ്ങനെയോ വന്ന് പെട്ടതാണ്. അപ്പോൾ 9 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നതാണ് പുള്ളിക്കാരന്. അപ്പോൾ പുള്ളിക്കാരനെ ഇപ്പം നമ്മൾ പ്രാഥമിക ചികിത്സയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഗണേശാണ്, ഇദ്ദേഹം അറിയാമല്ലോ, മനുഷ്യാവകാശ പ്രവർത്തകനാണ്. പിന്നെ അഗതികൾക്ക് ഒരുപാട് ആളുകളൊന്നുമില്ല. അതുകൊണ്ട് ഗണേശന്റെ നേതൃത്വത്തിൽ പുള്ളിക്കാരനെ കൂട്ടിക്കൊണ്ടു പോകുന്നുള്ള സംവിധാനം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഈ പ്രിയ സഹോദരനെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ എല്ലാവരെയും നന്ദിപൂർവ്വം സ്തുതിക്കുന്നു. കാർമേ സ്നേഹനിലയം എന്ന ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ മനോജക്ഷൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഔദ്യോഗികമായി ഞാൻ ഈ പദവി ഏറ്റെടുക്കുകയാണ്. ഈ സ്ഥാപനം സാധാരണ അനാഥാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എല്ലാവരെയും കരുതുകയും എല്ലാവരെയും താമസിപ്പിക്കുകയും അവിടെ എല്ലാ ആവശ്യങ്ങളും മീറ്റ് ചെയ്യുകയും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്, തികച്ചും വ്യത്യസ്തമായ രീതിയിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇവിടെ കഴിഞ്ഞുകൂടുകയാണ്. പ്രിയ ഗണേഷ് സാറ് നാളുകളായിട്ട് ഇതുപോലുള്ളതായ സഹായങ്ങൾ ഞാൻ ചെയ്തു തരുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ളതായ മീഡിയകൾ ഞങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. എന്തായാലും പാണ്ഡിതുരയെ ഞങ്ങളുടെ ഈ കാർമേൽ സ്നേഹനിലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഗണേശ് സാറിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇദ്ദേഹത്തെ ജില്ലാ ആശുപത്രി, കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് ഗണേശ് സാറ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റ് പോലീസ് റെക്കോർഡുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറെ പെട്ടുകളോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എങ്കിലും ഇദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞങ്ങൾ ഈ സ്നേഹനിലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നും എന്ന് വിശ്വസിക്കുകയാണ്. അനീഷ് സാറും ശ്യാം സാറും ചെയ്തു തന്ന ഈ സഹായത്തിന് നന്ദി പറയുന്നു. ഗണേഷ് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ കൂടെ സഹകരിച്ച് താമസിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുപോലുള്ള അനേകം ആളുകളെ സഹായിക്കാനായിട്ട് അച്ഛനെയും ഈ സ്ഥാപനത്തെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.